അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലി വസ്വഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. മഹത്തുക്കൾ നമ്മുടെ ദുനിയാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി 4 കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുക. ലിസലാമത്തി ദുനിയ ഖിസാലുൻ അർബഉ ഗഫറുൽ ലിജഹ്ലിൽ ഖൗമി മൻ ഉഖതജ്ഹല. 4 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അവൻ്റെ ദുനിയവിയായ കാര്യങ്ങളിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. എന്താണ് ആ 4 കാര്യങ്ങൾ? ഗഫറുൽ ലിജഹ്ലിൽ ഖൗമി മൻ ഉഖതജ്ഹല. 1, വിവരക്കേടിനെ പുറത്തു കൊടുക്കാനുള്ള മനസ്സുണ്ടാവുക. ഒരാൾ വിവരക്കേട് പറഞ്ഞാൽ ആ വിവരക്കേടിനിക്ക് പുറത്തു കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവും. മറ്റൊന്ന്, മൻ ഉഖതജ്ഹല, നീ വിവരക്കേട് അങ്ങോട്ട് വിളമ്പാതിരിക്കുക. വിവരക്കേട് പറഞ്ഞവർക്ക് പുറത്തു കൊടുക്കുക 1. രണ്ടാമത്തത്, നീ വിവരക്കേട് പറയാതിരിക്കുക. നീ എന്ത് പറയുമ്പോഴും അത് വിവരം അതിനെ പഠിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ടായിരിക്കണം സംസാരിക്കേണ്ടത്. അതല്ലാതെ വിവരക്കേട് സംസാരിക്കാൻ പാടില്ല. ഈ 2 കാര്യങ്ങൾ ഉണ്ടാവേണ്ടതാണ്. 3-മത് പറയുന്നത് വതകൂന മിൻ സൈബിൽ അനാസി ആയിസ വലിസൈബി നഫ്സിക ലിൽ അനാസി ബാദില. ജനങ്ങൾക്ക് നീ കാരുണ്യം ചെയ്യുന്നവനാവും. ജനങ്ങൾക്ക് നിന്റെ ഔദാര്യം ധാരാളമായി നീ നൽകും. മറ്റൊന്ന്, ജനങ്ങളുടെ ഔദാര്യത്തിനെ നീ പ്രതീക്ഷിച്ചിരിക്കാൻ പാടില്ല. ജനങ്ങൾ എനിക്ക് ഔദാര്യം കാണിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവൻ നീയാകാൻ പാടില്ല. നിന്റെ ഔദാര്യം കൊണ്ട് മറ്റുള്ള മുഴുവൻ ജനങ്ങളും ഇവിടെ ജീവിക്കണം എന്നുള്ളതായ ചിന്തയായിരിക്കണം നിനക്ക്. ഈ 4 കാര്യങ്ങൾ നിന്നിലുണ്ടായാൽ നിനക്ക് ഈ ദുനിയാവിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്താൻ വേണ്ടി ശ്രമിച്ചാൽ തന്നെ നമുക്ക് വലിയ നേട്ടത്തിലേക്ക് പോകാൻ സാധിക്കും. നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. മറ്റൊരു ഭാഗത്ത് മഹാന്മാർ പഠിപ്പിക്കുന്നു, ഖൽബിനിക്ക് ഒരു 5 മരുന്നുകൾ പറഞ്ഞു തരുകയാണ്. വദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വത്തളർറു ബിസ്സഹർ വമുജാലസാതുസ് സ്വാലിഹീനൽ ഫുളലാ. 5 മരുന്നുകൾ നീ കുടിച്ചാൽ, നിനക്ക് 5 മരുന്നുകൾ കിട്ടിയാൽ നിന്റെ ഖൽബ് ആ രോഗത്തിൽ നിന്ന് ഒഴിവാകും. നിന്റെ ഖൽബിനിക്ക് ഒരു രോഗവും പിടിപ്പെടില്ല. എന്താണ് 5 മരുന്നുകൾ? ഫതിലാവത്തും ബിതദബ്ബുരിൽ മാന, അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഖുർആൻ ഓതുക. അത് 1-മത്തെ മരുന്നാണ്. ഖൽബിനിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് ഖുർആൻ അർത്ഥം മനസ്സിലാക്കി ഖുർആൻ പാരായണം ചെയ്യുക. 2-മത്തത് വലിൽ ബത്നിൽ ഖലാ, പള്ള കാലിയായിക്കൊണ്ട് എപ്പോഴും ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ കഴിവിൻ്റെ പരമാവധി നോമ്പ് നോക്കുന്നവനാകണം. വേറെ നിറയെ തിന്ന് മൂക്ക് വരെ തിന്ന് തേകുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് പള്ള കാലിയാകുന്നൊരവസ്ഥ, പള്ള കാലിയാക്കിയിരിക്കുന്നൊരവസ്ഥ, അതായത് കഴിവിൻ്റെ പരമാവധി നോമ്പ് നോക്കിക്കൊണ്ട് ജീവിക്കുന്നൊരവസ്ഥ, അതും നിന്റെ ഖൽബിനിക്കുള്ള ഏറ്റവും വലിയ മരുന്നാണ്. 3-മത് പറയുന്നത് വഖിയാമു ലൈലിൻ, രാത്രി നിസ്കരിക്കുക എന്നത്. രാത്രി മുഴുവനും നിസ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അതും ഖൽബിനിക്കുള്ളൊരു മരുന്നാണ്. 4-മതായി പറയുന്നത് വത്തളർറു ബിസ്സഹർ, അത്തായ സമയത്ത് എഴുന്നേൽക്കുക. അത്തായ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് റബ്ബുൽ ഇസ്സത്താകുന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതും ഖൽബിനിക്കുള്ളൊരു മരുന്നാണ്.
അഞ്ചാമതായി മഹാന്മാർ പറയുന്നത് വമുജാലസ്വാത്തു സ്വാലിഹീനൽ ഫുളലാ, മഹത്തുക്കളായ സ്വാലിഹീങ്ങളുടെ മജ്‌ലിസുകളിൽ ഇരിക്കലാണ്, സ്വാലിഹീങ്ങളുടെ കൂടെ ഇരിക്കുക എന്നുള്ളതും ഖൽബിൻ്റെ ഒരു മരുന്ന്. ഇങ്ങനെ ഈ 5 മരുന്നുകൾ ഒരാൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അവൻ്റെ ഖൽബ് സംശുദ്ധമാവുകയും ഖൽബിനിക്കൊരു രോഗവും പിടിപ്പെടാതെ അവനിക്ക് ആഖിറം രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട വിഷയങ്ങൾ, കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നാം ഓരോരുത്തരും തയ്യാറാകണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.